താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. 78ാമത് കാലടി മഹാശിവരാത്രി മഹോത്സവത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കായി റോജി എം ജോൺ MLA അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. മണപ്പുറത്ത് എത്തിച്ചേരുന്ന വിശ്വാസികൾക്ക് സുഗമമായി വന്നുപോകുന്നതിനും ബലിതർപ്പണം നടത്തുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എത്തിച്ചേർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ രീതിയിൽ അവർക്ക് ദർപ്പണം ചെയ്ത് പോകുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് വേണ്ട മുന്നൊരുക്ക പ്രവർത്തനത്തിന് വേണ്ടിയുള്ള മീറ്റിംഗാണ് ഇവിടെ കൂടുന്നത്. അപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എത്തിയിരിക്കുന്ന അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ അവർ വിവരിക്കണം. അപ്പം എൻ്റെ കർത്തവ്യം നിന്ന് സ്വാഗതം പറയുകയാണ്. പോരായ്മകളുണ്ടെങ്കിൽ അത് തിരുത്തി, അതുപോലെ തന്നെ ശിവരാത്രിയുടെ 15-ാം തീയതി ബലിയിടാനുള്ള സൗകര്യവും കൂടി ഉണ്ടാകണം. അപ്പോൾ ശിവരാത്രി മണൽപ്പുറത്ത് വിവിധ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ശിവരാത്രിയുടെ ഭാഗമായി വളരെ സമാധാനപരമായി തന്നെ ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യം ഉണ്ടാവണം. ഫെബ്രുവരി 13, 14, 15 തീയതികളിലായി നടക്കുന്ന കാലടി മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് റോജി എം ജോൺ MLA അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയദർശിനി കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നം, അവിടെ ആളുകൾ കൊണ്ടുവന്ന് ഈ ഇരുചക്ര ബൈക്കുകൾ കൊണ്ടുവന്ന് വ്യാപകമായിട്ട് ഈ ആശ്രമ റോഡിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. ആശ്രമ റോഡിൽ മുഴുവൻ ബൈക്കുകൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒരു വാഹനം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ കൂടി ഒരു ശ്രദ്ധ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും. കാരണം അവിടുത്തെ പാർക്കിങ്, പ്രത്യേകിച്ച് ആശ്രമ റോഡ് ഉൾപ്പെടെ ഉള്ള പാർക്കിങ് നമുക്ക് എങ്ങനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊരു ആലോചന ഉണ്ടാവും, ഒരു നടപടി ഉണ്ടാവും. ബാക്കി ഫയർഫോഴ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ സാധാരണ RFOയ്ക്കൊക്കെ കത്ത് കൊടുക്കാറുള്ളതാണ്. ആ കത്ത് നമ്മൾ കൊടുത്തോളാം. പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു തീരുമാനം കത്തും. ഞാൻ സാധാരണ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കത്ത് കൊടുക്കാറുണ്ട്. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ കൊടുക്കാറുണ്ട്. പുഴ നന്നായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ വെള്ളം കെട്ടി നിൽക്കുകയാണ്. പണ്ട് കാലത്ത് മണപ്പുറത്ത് ഞാൻ അതിൻ്റെ ഒരു സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. മണപ്പുറത്ത് നമ്മൾ കിണർ കുഴിച്ച് വെള്ളം എടുക്കാനുള്ള സംവിധാനം ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ആ സംവിധാനം ഒന്നും ചെയ്താൽ വെള്ളം നന്നായി കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ കുടിവെള്ളം സൗകര്യം ഒരുക്കണം. ലൈഫ് ജാക്കറ്റുമായി ബന്ധപ്പെട്ടുമൊക്കെ ആ പ്രത്യേക സമയത്ത് ലാസ്റ്റ് മൊമെന്റിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമൊക്കെ നിർദ്ദേശം ലഭിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ വലിയ പ്രയാസമുണ്ടാകും. ഇപ്പോൾ നമുക്ക് 6-7 ദിവസം ഇനി മുന്നോട്ട് ഉണ്ട് ഈ ആഘോഷം മുന്നോട്ട് പോകാനായിട്ട്. ഈ ദിവസങ്ങളിൽ അതിനുള്ള ക്രമീകരണങ്ങൾ മുൻകൂട്ടി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുമായി സഹകരിച്ച് ഉറപ്പുവരുത്തി എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവരുടേതായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അതാത് ഡിപ്പാർട്ട്മെന്റ് തലവന്മാരിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും. മണപ്പുറത്ത് എത്തിച്ചേരുന്ന വിശ്വാസികൾക്ക് സുഗമമായി വന്നുപോകുന്നതിനും ബലിതർപ്പണം നടത്തുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എത്തിച്ചേർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൗളി ബേബി, വൈസ് പ്രസിഡന്റ് PV സ്റ്റീഫൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി ശ്രീകുമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മഹാശിവരാത്രി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അവിടെ ഉണ്ടായിരിക്കാവുന്നതാണ്. ചില സ്ഥാപനങ്ങളിലൊന്നും ലൈസൻസ് കാണുന്നില്ല. ഞങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് ലൈസൻസ് ഇല്ല, അതുപോലെ തന്നെ ഹെൽത്ത് കാർഡ് ഇല്ല, അതുപോലെ തന്നെ ശുചിത്വം ഒരു കുറവ് ഒക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വക കാര്യങ്ങൾ നമുക്ക് ഈ പരിപാടിയുടെ മുന്നേ തന്നെ അത് ഉറപ്പാക്കണം. എന്നാൽ എന്താ പറയുക, പരിപാടി കഴിയുമ്പോൾ നമുക്കൊരു പകർച്ചവ്യാധി സംക്രമണം ഉണ്ടാവില്ല. നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ട് അതിനുശേഷം അവിടെ ഒരു ഇൻസിഡന്റ് നടക്കുകയോ ആർക്കെങ്കിലും പരിക്കോ പറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം പോലീസിന് ഉത്തരവാദിത്തമായിട്ട് മാറും. അപ്പോൾ ഞങ്ങൾക്കത് ചെയ്തേ മതിയാകും.
അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജങ്കാർ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സ്രാങ്ക് ജങ്കാർ കൈകാര്യം ചെയ്യുന്ന ആൾക്ക് ലൈസൻസ് വേണം. അത് നിയമപരമായ കാര്യമാണ്. അത് അതിനു മുമ്പേ തന്നെ ഉറപ്പുവരുത്തണം. ഇത്രയും വലിയ ആയിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ ആ പരിപാടി അലങ്കോലമാകാൻ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ മതി. ദൗർഭാഗ്യവശാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മറ്റേ ഫയർഫോഴ്സ് എല്ലാം വളരെ ഭംഗിയായ രീതിയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായ കാര്യം ആ ഒരു 3 മണിക്കൂറോളം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ബലിയിടാനായിട്ട് വരുന്ന ആളുകൾക്ക് അക്കരയിൽ കുടുങ്ങി നിൽക്കേണ്ട അവസ്ഥ വന്നു. ബലിയിടാൻ വരുന്നതിൽ ഒരുപാട് പേരും ടൂ വീലറിൽ വരണം. കാരണം പെട്ടെന്ന് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ വണ്ടി നമ്മൾ അങ്ങോട്ട് കയറ്റാതെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വേറെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ സൗകര്യം വേണം. അതല്ലെങ്കിൽ അവർ ഈ മെയിൻ റോഡിലൊക്കെ പാർക്ക് ചെയ്യും. അത് വേറെ ഇതിന് വലിയൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഒന്നീ നമ്മൾ ഏതെങ്കിലും ഗ്രൗണ്ട് എന്തെങ്കിലും കണ്ടെത്താണെങ്കിൽ നമ്മൾ അവിടെ ബോർഡൊക്കെ വെച്ചിട്ട് ആളെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ട് ആ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അവിടെ വരുന്ന ഭക്തർക്കും അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും കൊടുക്കുന്നത് ശുദ്ധമായ വെള്ളമാണ്. കിണറിൽ അമ്പലത്തിലെ കിണറുണ്ട്. അവിടെ ആ കിണറിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളമാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ ശൗചാലയത്തിന് വേണ്ടി ഈ ടോയ്ലറ്റുകൾ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. യാതൊരുവിധ മലിനീകരണ പ്രശ്നങ്ങൾ അവിടെ ഇല്ല. ഈ ടോയ്ലറ്റുകൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അവിടെ സ്ഥാപിക്കുന്നുണ്ട്. പിന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മറ്റേ SP ക്ക് നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ പോലീസ് തന്നെ പറഞ്ഞ് 2 ആഴ്ച മുമ്പ് നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട്. മറ്റേ ബലിതർപ്പണത്തിന് ആൾക്കാർ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ബാരിക്കേഡ് ഇതിനോടൊപ്പം കെട്ടിവെച്ചിട്ടുണ്ട്. പുഴയിലേക്ക് അധികം ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബാരിക്കേഡുകൾ കെട്ടിയിട്ട് നമ്മളത് ഇപ്പൊ നല്ല സേഫ് ആക്കിയിട്ടുണ്ട്. പകർച്ചവ്യാധികളുടെ വ്യാപനം അതിവേഗത്തിൽ ചുറ്റുപാടും ഉണ്ടാകുന്നതിനാൽ മണപ്പുറത്ത് എത്തിച്ചേരുന്ന ഭക്തസമൂഹം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ആഘോഷ ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ ആശ്രമം റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. ബലിതർപ്പണ ദിവസം ആശ്രമം ബ്രഹ്മാനന്ദോദയം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ക്രമീകരണത്തിനായി സ്കൂൾ അധികൃതരെ സമീപിക്കുന്നതിനും തീരുമാനിച്ചു. ആഘോഷങ്ങളോട് അനുബന്ധിച്ച് കാലടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിന് സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ സേവനം ലഭ്യമാക്കുന്നതിനും തീരുമാനിച്ചു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗവും വിൽപ്പനയും കർശനമായി തടയുന്നതിനും ആവശ്യമായ പരിശോധനകൾ നടത്തുന്നതിനും എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകി. മണപ്പുറത്തേക്ക് ഭക്തർക്ക് സുരക്ഷിതമായി എത്തിച്ചേരുന്നതിന് നിർമ്മിച്ചിട്ടുള്ള താത്കാലിക പാലത്തിന്റെയും ജങ്കാറിന്റെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നതിനും സംഘാടക സമിതി ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. ആംബുലൻസിന്റെ സാന്നിധ്യവും ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക വിഭാഗവും മണപ്പുറത്തിനോട് ചേർന്നുള്ള കടവുകളിൽ ലഭ്യമാക്കുന്നതിനും നിർദ്ദേശമുയർന്നു. 12-ന് വൈകിട്ട് MLAയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുദ്യോഗസ്ഥരും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുമടക്കം ശിവരാത്രി ആഘോഷ കമ്മിറ്റി അംഗങ്ങളും മണപ്പുറം സന്ദർശിച്ച് അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും തീരുമാനിച്ചു. ഇന്നിപ്പോ കാലടി ശിവരാത്രി മറ്റ് ശിവരാത്രികളെയൊക്കെ കിടപിടിക്കുന്നവരല്ലേ. ആലുവ ശിവരാത്രിയുണ്ട്. അതിനേക്കാൾ കുറെ കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന കൂടുതൽ ആളുകൾ ഒരേ സമയം ഈ താൽക്കാലിക പാലത്തിലൂടെ ഒക്കെ യാത്ര ചെയ്ത് അവിടെ വന്ന് അതൊരു സന്തോഷമാണ്, ആഘോഷമാണ്. ഏതായാലും അങ്ങനെ എല്ലാ തരത്തിലും കാലടി ശിവരാത്രി വളരെ സന്തോഷകരമായി നടന്നു വരുന്ന ഒരിടമാണ്. അവിടെ സാംസ്കാരിക സമ്മേളനമൊക്കെ 3 ദിവസമായിട്ടാണ് ഇപ്പോൾ